ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില ഗുരുതരം. അഫാനെ മെഡിക്കൽ ICUവിലേക്ക് മാറ്റിയിരിക്കുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. അരുൺ സോളമനും റിനു ശ്രീധരും വിവരങ്ങളുമായി. ആദ്യം അരുൺ സോളമനിലേക്കാണ്. അരുൺ, ഇപ്പോൾ 11:15 ആത്മഹത്യാ ശ്രമം നടന്നു എന്നല്ലേ ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്നത്? ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? എന്താണ് ഇപ്പോൾ അഫാന്റെ നിലയെക്കുറിച്ച് ജയിൽ അധികൃതർ പറയുന്നത്? സ്മൃതി, അഫാൻ ശുചിമുറിയിൽ പോകണമെന്നുള്ള ആവശ്യം ജയിൽ വാർഡനോട് ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ പുറത്തേക്ക് പോയത്. ജയിൽ വാർഡൻ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പുതിയ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഈ അഫാന്റെ മുൻ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലവും ഈ ആത്മഹത്യാ പ്രവണതയൊക്കെ ഈ ഉദ്യോഗസ്ഥന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ അഫാൻ പുറത്തു വരാത്ത ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇടപെടാൻ ഈ ഉദ്യോഗസ്ഥന് സാധിച്ചു. ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് തുറന്നു നോക്കുമ്പോഴാണ് ഈ അഫാൻ തൂങ്ങിയ നിലയിൽ കാണുന്നത്. ഇതിന് പിന്നാലെ ഈ അഫാനെ പുറത്ത് ഇറക്കിയതിനു ശേഷം തന്നെ ഈ അഫാന്റെ ഓർമ്മ ഉണ്ടായിരുന്നു, കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ്, പ്രതിക്ക് കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥൻ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, അവിടെ നിന്നും ആദ്യം ജയിലിൽ വെച്ച് ഒരു CPR നൽകിയിരുന്നു. CPR നൽകിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MIC യൂണിറ്റിലേക്ക് പ്രതിയെ പ്രവേശിപ്പിച്ചത്. ഈ ജയിലിൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന സഹതടവുകാരൻ ഫോൺ ഉപയോഗിക്കാൻ പോയ തക്കമാണ് ഈ ശുചിമുറിയിലേക്ക് പോയതും ഒപ്പം ജയിൽ വാർഡൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഉണക്കാനിട്ടുന്ന ഒരു മുണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രതി ഇപ്പോൾ തൂങ്ങി മരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്തായാലും ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഫാൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പ്രതിക്ക് ജയിലിലായിരിക്കുമ്പോൾ തന്നെ താൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് പലവട്ടം സഹതടവുകാരോടും അതുപോലെ തന്നെ ജയിൽ വാർഡന്മാരോടും പല ഉദ്യോഗസ്ഥരോടും ഈ വിവരം പലപ്പോഴായിട്ട് പങ്കുവച്ചിരുന്നു. ഈ 24-ാം തീയതി ഈ കൂട്ട ആത്മഹത്യ നടത്തുന്നു. പിന്നീട് ഈ എലിവിഷം കഴിച്ചതിന് ശേഷം 2 ആഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടർന്നതിന് ശേഷമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രതി എത്തുന്നത്. ആദ്യഘട്ടം തന്നെ ഈ പ്രതിക്ക് പലപ്പോഴും ഈ ആത്മഹത്യാ പ്രവണത ഉണ്ട്, താൻ ആത്മഹത്യ ചെയ്യും, തനിക്കിനി ജീവിക്കാൻ ഇഷ്ടമില്ല എന്നുള്ളൊരു വിവരം ജയിലിലെ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് കർശനമായിട്ടുള്ള ഒരു കടുത്ത സുരക്ഷയുണ്ടായിരുന്നു, കടുത്ത ഒരു നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് നെടുമങ്ങാട് കോടതിയിൽ കൊണ്ടുവരുമ്പോൾ പോലും കർശനമായിട്ടുള്ള സുരക്ഷയിൽ തന്നെയായിരുന്നു പ്രതിയെ കൊണ്ടുവന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും സൂപ്രണ്ട് അടക്കമുള്ളവർ പരിശോധിക്കും. കൂടെ ഉണ്ടായിരുന്ന ഒരു പുതിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും കർശനമായിട്ടുള്ള ഒരു സുരക്ഷയും നിരീക്ഷണവും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രതി നിലവിൽ. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. എന്തായാലും പ്രതിയുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിനു ശ്രീധറിലേക്ക്. റിനു, ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? സ്മൃതി, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന്റെ നില അതീവ ഗുരുതരം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. ഈ ശുചിമുറിയിൽ ഉടുത്തിരുന്ന, അതായത് ധരിച്ചിരുന്ന ലുങ്കി ഉപയോഗിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരവും. ഉടൻ തന്നെ ഈ സെല്ലിൽ ഉണ്ടായിരുന്നത്, അതായത് സെല്ലിൽ ഒപ്പം ഉണ്ടായിരുന്നവർ ഫോൺ ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ജയിൽ അധികൃതരിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഈ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഈ തൂങ്ങി നിൽക്കുന്ന, ഹാങ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അഴിച്ചു താഴേക്ക് ഇറക്കുമ്പോഴേക്കും അഫാന് ശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പോലീസ് അധികൃതരും ജയിൽ അധികൃതരും പറയുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഫിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. വലിയ രീതിയിൽ ഫിക്സ് വരുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ മെഡിക്കൽ കാഷ്വാലിറ്റി ICUവിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള ഒരു വിവരവും മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഈ പ്രതിയെ തെളിവെടുപ്പിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വാങ്ങി പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ ഒരു ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയിരുന്നു. അത് റിപ്പോർട്ടർ TV ആദ്യമായി പുറത്തുവിടുകയും ചെയ്തിരുന്നു, ദൃശ്യങ്ങളടക്കം. അതായത് ഈ ശൗചാലയത്തിൽ കയറുമ്പോൾ ആ തിട്ടയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അതുപോലെ തലയിടിച്ച് ചാടുന്ന ഒരു സാഹചര്യം, തുടർന്ന് കുഴഞ്ഞു വീണ അഫാനെ ഈ കല്ലറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇത് അഫാന്റെ ഒരു അടവായിരുന്നു എന്നുള്ളതാണ് അന്ന് അധികൃതരെല്ലാം
പോലീസ് അധികൃതർ എല്ലാം തന്നെ പറഞ്ഞത്. അന്നു മുതൽ അതീവ സുരക്ഷയായിരുന്നു. അതായത് അഫാൻ എങ്ങോട്ട് തിരിഞ്ഞാലും കൃത്യമായി ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അന്ന് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ സെല്ലിനകത്ത് തന്നെ അഫാനൊപ്പം 2 പോലീസുകാർ നിലയുറപ്പിച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേ രീതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും ഇദ്ദേഹത്തോടൊപ്പം പോലീസും അതുപോലെ തന്നെ അതായത് ജയിൽ അധികൃതരും അതുപോലെ തന്നെ ജയിൽ പുള്ളികളെയും പ്രത്യേകമായ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് അഫാൻ ഇന്ന് കണ്ണൽപ്പം ഒന്ന് മാറിയപ്പോൾ ഇത്തരമൊരു ആത്മഹത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. എന്തായാലും നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. അഫാനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുവാനുള്ള എല്ലാ ഇടപെടലും പോലീസ് ഈ മെഡിക്കൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മൃതി.